ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 2025 എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തന്നെ പഠിക്കുവാനായിട്ട് പോവുകയാണ് അല്ലെ. അതിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഏത് ജില്ലയിലേക്കാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അപേക്ഷിച്ച് കഴിഞ്ഞവർക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ജില്ലയിലെ കഴിഞ്ഞ തവണ സ്റ്റാറ്റിസ്റ്റിക് ലെസൺ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തവരുടെ എണ്ണം എത്രയാണ്, അപ്ലൈ ചെയ്തതിൽ എത്ര പേരാണ് പരീക്ഷ എഴുതിയത്, അല്ലെങ്കിൽ ഓരോ ജില്ലയുടെയും കട്ട് ഓഫ് എത്രയായിരുന്നു, ഓരോ ജില്ലയിലും എത്ര അഡ്വൈസുകളാണ് പോയത്, അല്ലെങ്കിൽ ഓരോ ജില്ലയിലും എത്ര പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്, അതുപോലെ ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും എത്ര പേരാണ് അതത് ജില്ലകളുടെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിരുന്നത്, അവരുടെ മാർക്കുകൾ എത്രയാണ്, ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ലോവസ്റ്റ് മാർക്ക് എത്രയാണ്. ഇങ്ങനെ കേരളത്തിലെ 14 ജില്ലകളെ കുറിച്ചും നിങ്ങൾക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി 14 ജില്ലകളുടെയും വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആ ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ ഓരോ ജില്ലയുടെയും ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കേരളത്തിലെ 14 ജില്ലകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നോക്കുവാനായിട്ട് പോകുന്നത്. ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തത്, ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേര് എക്സാം എഴുതിയത്, ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയത് ഏത് ജില്ലയിലായിരുന്നു, അല്ലെങ്കിൽ ഓരോ ജില്ലയുടെയും കട്ട് ഓഫ് എത്രയാണ്. ഇങ്ങനെയുള്ള ജില്ലാ തലത്തിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓരോ ജില്ലയിലും എത്ര പേരാണ് കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചത് നോക്കിക്കേ. തിരുവനന്തപുരത്ത് 5566 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. കൊല്ലം ജില്ലയിലാണെങ്കിൽ അത് 7324 പേരായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഡാറ്റ നമ്മൾക്ക് ലഭ്യമല്ല. ആലപ്പുഴ ജില്ലയിൽ വെറും 2106 പേര് മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. കോട്ടയം ജില്ലയിൽ അതുപോലെ നമുക്ക് ആ ഒരു ഡാറ്റ ലഭ്യമല്ല. ഇടുക്കി ജില്ലയിലേക്ക് വന്നാൽ വളരെ കുറവാണ്, 1994 പേര് മാത്രമാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചത്. അതുപോലെ ബാക്കിയുള്ള എല്ലാ ജില്ലകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ നോക്കിക്കേ, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്തത്. 8170 പേരായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ജില്ല ഏതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ജില്ലയിൽ എത്ര പേരാണ് അപ്ലൈ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഈ ഒരു ടേബിളിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് എല്ലാവരും തന്നെ കൺഫർമേഷൻ നൽകണമെന്നില്ല. നോക്കിക്കേ, തിരുവനന്തപുരം ജില്ലയിൽ 5566 പേര് അപ്ലൈ ചെയ്തിരുന്നു. എന്നാൽ കൺഫർമേഷൻ നൽകിയത് വെറും 3680 പേര് മാത്രമാണ്. ഈ കൺഫർമേഷൻ നൽകുക എന്ന് പറഞ്ഞാൽ PSC എക്സാം ആദ്യമായിട്ട് എഴുതുന്നവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഈ കൺഫർമേഷൻ നമുക്ക് നൽകാതെ ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയില്ല. അതായത് നമ്മുടെ മെയിൻ എക്സാമിന് 1-2 മാസം മുൻപായിട്ട് ഈ ഒരു പരീക്ഷ നിങ്ങൾ എഴുതാൻ വരും. ആ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ കൺഫർമേഷൻ നൽകൂ എന്ന് പറഞ്ഞ് PSCയുടെ പ്രൊഫൈലിൽ നമുക്കൊരു മെസ്സേജ് വരും. നമ്മൾ അപ്പോൾ അവിടെ കയറിയിട്ട് കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കിക്കേ, 5566 പേരിൽ വെറും 3680 പേര് മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ കൺഫർമേഷൻ നൽകിയത്. കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 7324 പേര് അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ വെറും 4797 പേര് മാത്രമാണ് കൊല്ലം ജില്ലയിൽ കൺഫർമേഷൻ നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ നോക്കിക്കേ, വെറും 1051 പേര് മാത്രമാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ നൽകിയത്. അങ്ങനെ എല്ലാ ജില്ലകളിലും കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വയനാട് ജില്ലയിൽ നോക്കിക്കേ, അവിടെ അപ്ലൈ ചെയ്തത് 1507 പേര് മാത്രമാണ്. അതിൽ തന്നെ വെറും 992 പേര് മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കൺഫർമേഷൻ നിങ്ങൾ നൽകിയാൽ പോലും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ എക്സാം എഴുതാൻ പറ്റാതെ വന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾ പഠിക്കാതെ പോയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ എക്സാം എഴുതാൻ പറ്റാതെ വന്നേക്കാം. അപ്പൊ അങ്ങനെ കൺഫർമേഷൻ നൽകിയവരിൽ നിന്ന് ഓരോ ജില്ലകളിലും എത്ര പേരാണ് കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 പരീക്ഷ എഴുതിയതെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന PSC പരീക്ഷകളിൽ, അതായത് കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 പരീക്ഷ, 2024 ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ, കഴിഞ്ഞ തവണത്തെ റിസർച്ച് ഓഫീസർ പരീക്ഷ, ഈ 3 പരീക്ഷകളിലും ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് നേടിയ നേട്ടങ്ങളെ കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ.
ജില്ലയിലും എത്ര പേരാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ എഴുതിയതെന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ എക്സാം എഴുതിയവരുടെ എണ്ണമാണ് 2479. എക്സാമിന് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 5566 ആയിരുന്നു. അതിൽ വെറും 3680 പേര് കൺഫർമേഷൻ നൽകി. അതിൽ തന്നെ വെറും 2479 പേര് മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ എഴുതിയത്. അതുപോലെ കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 3441 പേരാണ് പരീക്ഷ എഴുതിയത്. പത്തനംതിട്ട ജില്ലയിലെ വെറും 722 പേര് മാത്രമാണ് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ എഴുതിയത്. ആലപ്പുഴ ജില്ലയിൽ അതേപോലെ 790 പേര് മാത്രമായിരുന്നു. അതുപോലെ ബാക്കിയുള്ള എല്ലാ ജില്ലകളുടെയും എത്ര പേരാണ് അതത് ജില്ലകളിൽ പരീക്ഷ എഴുതിയതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലുള്ള ഒരു പരീക്ഷ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കറിയാം സാധാരണ ജനറൽ പേസ് പരീക്ഷകൾക്കൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതും. ഈ ഒരു എക്സാമിന് വെറും 2000 അല്ലെങ്കിൽ 3000 അല്ലെങ്കിൽ വെറും 722 പേരൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം കോമ്പറ്റീഷൻ കുറവാണല്ലേ. ഈ എഴുതിയവരിൽ തന്നെ എത്ര പേരായിരിക്കും സീരിയസ് ആയിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. ഇങ്ങനൊരു എക്സാം നിങ്ങൾക്ക് ഇനി ഒരിക്കലും കേരള PSCയിൽ കാണാനായിട്ട് സാധിക്കുകയില്ല. കോമ്പറ്റീഷൻ ലെവലിന്റെ കാര്യം നോക്കിയാലും അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം നോക്കിയാലും അഡ്വൈസുകളുടെ എണ്ണം നോക്കിയാലും ഇതുപോലുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇനി അടുത്തൊന്നും കിട്ടുകയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമുക്കൊരു 6 മാസം നമ്മളുടെ മുന്നിലുണ്ട്. അപ്പൊ ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങേണ്ടതുണ്ട്. ഇനി ഓരോ ജില്ലകളിലും പോയ അഡ്വൈസുകളുടെ എണ്ണം നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 35 അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ 38, പത്തനംതിട്ട ജില്ലയിൽ 18 അഡ്വൈസുകൾ, ആലപ്പുഴയിൽ 24, കോട്ടയം ജില്ലയിൽ 29, ഇടുക്കി ജില്ലയിൽ 21, എറണാകുളം ജില്ലയിൽ 32, തൃശൂർ ജില്ലയിൽ 45 അഡ്വൈസുകൾ, അതുപോലെ പാലക്കാട് ജില്ലയിൽ 54 അഡ്വൈസുകൾ. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിട്ടുള്ളത്. അതുപോലെ മലപ്പുറം ജില്ലയിൽ 51 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 35 അഡ്വൈസുകൾ, വയനാട് 17, കണ്ണൂർ ജില്ലയിൽ 46 അഡ്വൈസുകൾ, കാസർഗോഡ് ജില്ലയിൽ 28 അഡ്വൈസുകൾ. ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിട്ടുള്ളത് ഈ ഒരു പാലക്കാട് ജില്ലയിൽ തന്നെയാണ് കേട്ടോ. ഇനി ഓരോ ജില്ലയുടെയും കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 24 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക്. അതായത് നമ്മുടെ മെയിൻ ലിസ്റ്റിലെ ഏറ്റവും ലോവസ്റ്റ് മാർക്ക്, അതായത് മെയിൻ ലിസ്റ്റിൽ കയറാനുള്ള കട്ട് ഓഫ് മാർക്ക് 24 മാർക്കാണ്. 100 മാർക്കിന്റെ പരീക്ഷയാണ് കേട്ടോ. 100 മാർക്കിന്റെ പരീക്ഷയിലാണ് ഈ ഒരു കട്ട് ഓഫുകൾ പറയുന്നത്. തിരുവനന്തപുരത്ത് 24 മാർക്ക്, കൊല്ലം ജില്ലയിൽ 30.33, പത്തനംതിട്ടയിൽ 22.33, ആലപ്പുഴ ജില്ലയിൽ 19.33. ഏറ്റവും കുറവ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. അതുപോലെ കോട്ടയം ജില്ലയിൽ 29, ഇടുക്കി 24, എറണാകുളം 28.33, തൃശൂർ ജില്ല 22.33, പാലക്കാട് 21 മാർക്ക്, മലപ്പുറം 28.67, കോഴിക്കോട് 24.67, വയനാട് ജില്ലയിൽ 25.33 ആയിരുന്നു. അതുപോലെ കണ്ണൂർ 23.67 മാർക്കായിരുന്നു. അതുപോലെ കാസർഗോഡ് 27.33 മാർക്കുമാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. അപ്പോൾ കട്ട് ഓഫുകൾ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ഒരു ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ഏതാണെന്ന് നോക്കുക. ഏറ്റവും കുറവ് ആലപ്പുഴ ജില്ലയിലാണ്. 19.33 ആയിരുന്നു ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു കമ്പാരിസൺ ആണ് നടത്തിയത് അല്ലേ. അതത് ജില്ലകളിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണം എത്രയാണ്, കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം, അതുപോലെ എക്സാം എഴുതിയവരുടെ എണ്ണം, അഡ്വൈസുകളുടെ എണ്ണം, അതുപോലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി ഓരോ ജില്ലയുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. അപ്പോൾ അതത് ജില്ലകളുടെ ആ ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. അപ്പോൾ നിങ്ങളുടെ ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ എക്സാമിന് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് അതത് ജില്ലകളിൽ നിങ്ങളുടെ റിസർവേഷൻ ഉണ്ടെങ്കിൽ തന്നെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ നിങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ എണ്ണോ അല്ലെങ്കിൽ എക്സാം എഴുതിയുടെ എണ്ണവും അതുപോലെ അഡ്വൈസുകളുടെ എണ്ണം കട്ട് ഓഫ് മാത്രമല്ല, കൂടാതെ തന്നെ നിങ്ങളുടെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൂടെ. അതായത് ഞാനിപ്പോൾ ഇഴവ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു റിസർവേഷനിൽ എത്ര പേരാണ് ആ ഒരു ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എത്ര പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്, അവരുടെയൊക്കെ മാർക്കുകൾ എത്രയാണ്, ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ലോവസ്റ്റ് മാർക്ക് എത്രയാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഒരു മാർക്കിന്റെ റേഞ്ച് എത്രയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ കഴിഞ്ഞ തവണ അഡ്വൈസ് പോയത് ആ ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ നിന്ന് അവസാനമായിട്ട് അഡ്വൈസ് പോയ ആളുടെ റാങ്ക് എത്രയാണ്, ആ അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എത്രയാണ്, എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു ജില്ല സെലക്ട് ചെയ്യുവാനായിട്ട്. അപ്പോൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ല, നിങ്ങൾ താമസിക്കുന്ന ഒരു ജില്ല തന്നെ അപ്ലൈ ചെയ്യാം.
അതല്ല തൊട്ടടുത്ത ജില്ലകളിലേക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ജില്ലകൾ, ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഇടുക്കി ജില്ല അപ്ലൈ ചെയ്യാം, തൃശ്ശൂർ ജില്ല അപ്ലൈ ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അതല്ല 14 ജില്ലകളിൽ ഏത് ജില്ലയിൽ വർക്ക് ചെയ്യാനും കുഴപ്പമില്ലാത്തവരാണെങ്കിൽ മാക്സിമം എല്ലാ ജില്ലകളുടെയും കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽസ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പരീക്ഷയിൽ നമ്മൾക്ക് ഒരു തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ടോപ്പ് റാങ്ക് തന്നെ എത്താനായിട്ട് സാധിക്കും. അതിലൊരു സംശയമില്ല. അപ്പോൾ ഏത് ജില്ലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്താലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ കടമ എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക എന്നതാണ്. ഒരു പരീക്ഷ കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് എന്നിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് നമ്മൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാനായിട്ടല്ലേ. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ കാണും, നിങ്ങൾ ഇമാജിൻ ചെയ്യണം. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടുന്നു, നിങ്ങൾ ആ ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന ദിവസം, അതെല്ലാം നിങ്ങൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണം, അതാണ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് കടക്കുവാനായിട്ട് നമ്മൾ മാക്സിമം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മുതൽ തന്നെ നമുക്കൊരു 6 മാസം സമയമുണ്ട്. ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഏറ്റവും സിൻസിയർ ആയിട്ട് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജില്ലയുടെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്കിൽ തന്നെ എത്തുവാനായിട്ട് സാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്, തയ്യാറെടുക്കേണ്ടത്? സബ്ജക്ട് ബേസ്ഡ് എക്സാമുകളിൽ, അതായത് പ്രത്യേകമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന സബ്ജക്ട് ബേസ്ഡ് എക്സാമുകളിൽ PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ആ ഒരു രീതി മനസ്സിലാക്കി അനലൈസ് ചെയ്തുകൊണ്ടാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ എല്ലാ ക്ലാസ്സുകളും എല്ലാ മോക്ക് ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് 2024 ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ. ആ ഒരു പരീക്ഷയിൽ ഇതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് ആയിരുന്നു പ്രധാന വിഷയങ്ങളായിട്ട് പഠിക്കുവാനായിട്ടുണ്ടായിരുന്നത്. ആ ഒരു പരീക്ഷയിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നും 64 ചോദ്യങ്ങളാണ് നമ്മളുടെ മെയിൻ എക്സാമിന് വന്നത്. 64 ചോദ്യങ്ങൾ, എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ചോദ്യങ്ങൾ, സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ചോദ്യങ്ങൾ, അങ്ങനെ 64 ചോദ്യങ്ങളാണ് ഒരു പരീക്ഷയ്ക്ക് വന്നത്. ആ 64 ചോദ്യങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഏതൊക്കെ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ എല്ലാ ക്ലാസ്സുകളും തയ്യാറാക്കുന്നത്. അതിന്റെ ഫലം തന്നെയായിരുന്നു 64 ചോദ്യങ്ങൾ വന്നതും. മാത്രമല്ല റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ വെറും 159 പേര് മാത്രം അടങ്ങുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയത് 37 പേരാണ്. അത് സ്റ്റേജ് വൈഡ് എക്സാം ആണ്. 37 പേരും ലേൺ ഫാസ്റ്റിലെ സ്റ്റുഡൻസ് ആയിരുന്നു. 19 പേരാണ് മെയിൻ ലിസ്റ്റിൽ മാത്രമുള്ളത്. 19 പേര് മെയിൻ ലിസ്റ്റിലും 18 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും. അതുപോലെ 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ നിന്നും 55 റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. 55 റാങ്കുകൾ, 1, 2, 3, 4, 5 റാങ്കുകൾ ഉൾപ്പെടെ വിവിധ ജില്ലകളിലായി 55 റാങ്കുകൾ. എങ്ങനെയാണ് ഇത് സാധ്യമാവുക? PSC പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അതുപോലെ മോക്ക് ടെസ്റ്റിൽ ഇടുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 2025 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഏറ്റവും ടോപ്പ് റാങ്കിൽ ഉണ്ടാവുമെന്നതിൽ ഒരു സംശയവുമില്ല. ഈ 2025 നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി നേടുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് എന്നും ഉണ്ടാവും. താങ്ക് യു.